നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതിനല്ല സാറേ ഇത് നമ്മുടെ ദോസ്ത് വാങ്ങിച്ചതാ, ഓണം ഡിസ്കൗണ്ട് സെയിലിൽ. അതുകൊണ്ട് തന്നെ വെള്ളം തിളയ്ക്കുമെന്ന് കണ്ടറിയണം. നോക്കാം. സാറേ സാറേ സത്യത്തിൽ എനിക്ക് ഈ ബിസ്ക്കറ്റ് കാണുമ്പോൾ കരച്ചിൽ വരും സാറേ. അതെന്താ? അതൊരു കഥയാ. 13-ാമത്തെ വയസ്സില് എന്നെ ആദ്യമായിട്ട് പോലീസ് പിടിക്കുന്നത് 2 പാക്കറ്റ് ബിസ്ക്കറ്റ് മോടിച്ചേനെ. നേരെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്കാ കൊണ്ടുപോയത്. ഉള്ളംകാലിനായിരുന്നു ചൂരലുകൊണ്ടുള്ള അടി. എന്നിട്ട് ഞാൻ നന്നായോ? എവിടെ? ദുർഗുണ പരിഹാര പാഠശാലയിൽ നിന്ന് 3 മാസത്തെ പഠിത്തവും കഴിഞ്ഞിറങ്ങിയ ഞാൻ പിന്നെ മോഷ്ടിച്ചതേ ക്രീം ബിസ്ക്കറ്റ് ആയിരുന്നു. അല്ല പിന്നെ മരുന്നിനോടാ കളി. സാറേ സാറേ ഫോറസ്റ്റുകാരാണെന്ന് തോന്നുന്നു. നമുക്ക് പോവാം. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. വക്കീലില്ലേ ഇവിടെ? ഉണ്ട്. സിദ്ധു, സിദ്ധു. എന്ത് പറ്റി വക്കീലേ? മുഖത്തൊരു ക്ഷീണം. യാത്രയും കഴിഞ്ഞ് വന്നതേ ഉള്ളോ? ഏയ് അല്ല, ഞങ്ങൾ വന്നെന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? വക്കീലിന്റെ കക്ഷിയാ എൻഎആർ ഫോഴ്സിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടത്. അപ്പത്തൊട്ട് തുടങ്ങിയതാ മോളിൽ നിന്നുള്ള കോളുകൾ. നിലത്ത് നിൽക്കാൻ നേരമില്ല. അതിനിടയ്ക്കാ പത്രക്കാരുടെയും ചാനലുകാരുടെയും ആഘോഷം. സിദ്ധാർത്ഥ സാറേ, പരസ്പര ബഹുമാനത്തോടെയാണ് നമ്മൾ ഇതുവരെ ഇടപെട്ടിട്ടുള്ളത്. അത് അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഡോക്ടർ നിരഞ്ജന്റെ രക്ഷപ്പെടലിന് പിന്നിൽ ഏതെങ്കിലും രീതിയിൽ അഡ്വക്കേറ്റ് സിദ്ധാർത്ഥിന് പങ്കുണ്ടോ? ഏയ് ഇല്ല. ഉണ്ടാവരുത്. ഒരിക്കലും ഉണ്ടാവില്ല സാർ. സാറിന് അറിയാമെന്ന് കരുതുന്നു. മറ്റൊരാളുടെ ഹൃദയം കൊണ്ട് ജീവിക്കുന്ന ഒരാളാ എന്റെ മകൻ. ഇവന്റെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ആളാ ഡോക്ടർ നിരഞ്ജൻ. അപ്പൊ ഇവന് മാത്രമല്ല, ഞങ്ങൾക്കെല്ലാം നിരഞ്ജൻ ഡോക്ടർ ദൈവതുല്യനാ. പക്ഷെ നിയമം വിട്ടൊരു കളിയും ഇവൻ ചെയ്യില്ല. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്ന് ഇവന് നന്നായിട്ടറിയാം. കാരണം ഇവൻ എന്റെ മകനാ. ഏതൊരു പ്രതിയും കുറ്റം ചെയ്തതിന് ശേഷം ആദ്യം സമീപിക്കുന്നത് അവന്റെ വക്കീലിനെ ആയിരിക്കും. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഏതെങ്കിലും തരത്തിൽ നിരഞ്ജൻ സാറ് സിദ്ധുവിനെ കോണ്ടാക്ട് ചെയ്യും, അതെനിക്ക് ഉറപ്പാ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു മൂവ് ഉണ്ടായാൽ അത് എത്രയും വേഗം ഞങ്ങളെ അറിയിക്കണം. ഒരു കുറ്റവാളിയെ സംരക്ഷിക്കുക എന്നതല്ല നമ്മുടെ കടമ. നീതിയും നിയമവും നടപ്പിലാക്കുക എന്നതാണ്. സിദ്ധാർത്ഥ സാറിന് അതറിയാലോ. പിന്നെ അയാൾ തെറ്റുകാരനല്ലെങ്കിൽ കോടതി അയാൾ വെറുതെ വിടട്ടെ. അതെ,
അതാണ് സാറേ കറക്റ്റ്. അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങാം. നേരിട്ട് വന്ന് ഇക്കാര്യം അറിയിച്ച എന്തിനാണെന്നറിയോ? നാളെ ഒരിക്കൽ ഞാനും അഡ്വക്കേറ്റ് സിദ്ധാർത്ഥനും ഈ കേസിന്റെ പേരിൽ മുഖാമുഖം നിൽക്കേണ്ടി വന്നാൽ ഞാൻ മുൻപേ പറഞ്ഞ പരസ്പര ബഹുമാനത്തിന്റെ സേഫ് ഡിസ്റ്റൻസ് ഇല്ലാതാവരുത് എന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ടാണ്. വലിയ വക്കീലിന്റെ വീടാണെന്ന് പറഞ്ഞിട്ട് എന്താടാ കാര്യം? പോലീസ് വന്ന് കയറിയത് കണ്ടില്ലേ? അതിന് പോലീസുകാർ വന്നതിന് കുഞ്ഞളിരുന്ന് പഴിച്ചു. അവരവരുടെ ന്യായമായ സംശയം വളരെ മാന്യമായിട്ട് വീട്ടിൽ വന്ന് ചോദിച്ചിട്ട് പോയി. അതിനിപ്പോ എന്താ? ഇവന്റെ കാര്യം ആയതുകൊണ്ടേ പോലീസിന്റെ സംശയം തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല. ഡാ, ഞാൻ ഈ പറയുന്നത് വല്ല നീ കേൾക്കുന്നുണ്ടോ? ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും നീ ഇടപെടാൻ പോവരുത്. അത് ഈ കൊച്ചിന്റെ ഭാവിയെ കൂടെയാ ബാധിക്കുന്നത്. അത് നീ ഓർത്താ നല്ലത്. അടി. എല്ലായിടത്തും സംസാരം നിരഞ്ജൻ സാർ ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടതാ. ഡോക്ടർ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടമ്മേ. ഇന്നലെ എനിക്കത് തോന്നിയതാ. ശരത്തിന്റെ ആഘോഷം കണ്ടില്ലേ? ദുഷ്ടൻ. ആഘോഷിക്കട്ടെ അമ്മേ. ഈ മറ്റുള്ളവരുടെ വീഴ്ചകൾ ആഘോഷിക്കാന്നുള്ളത് ചിലരുടെ പ്രത്യേകതരം മാനസികാവസ്ഥയാ. നമുക്ക് അവരെ മാറ്റാനാവില്ല. അതിന്റെ കൂടെ നിത്യ അമ്മയും കൂടുന്നതാ കഷ്ടം. അമ്മയ്ക്ക് പിന്നെ കാര്യഗൗരവം ഇല്ലെന്ന് പറയാം. ആർക്കെന്ത് ദോഷം വന്നാലും അമ്മയ്ക്കതൊരാഘോഷ. അതിപ്പോ സ്വന്തം മകനാണെങ്കിൽ കൂടി. പക്ഷെ നിത്യ... ശരത്ത് പറയുന്നല്ലേ അമ്മ നിത്യക്ക് വേദവാക്യം. ശരത്തിന്റെ സന്തോഷങ്ങളല്ലേ നിത്യയുടെ ഏറ്റവും വലിയ സന്തോഷം. അമ്മ അതൊന്നും കാര്യാക്കണ്ട. മോളെ, ഈ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ചാടി പോവാന്ന് പറയുമ്പോ അതൊരു വലിയ കുറ്റമല്ലേ? ഇനി അതിനും കൂടി ചേർത്ത് ശിക്ഷ അനുഭവിക്കണ്ടേ? പോലീസിന്റെ പിടിയിലാവുന്നതിന് മുൻപ്, അല്ലെങ്കിൽ പോലീസിന് കീഴടങ്ങും മുൻപ് നിരഞ്ജൻ ഡോക്ടർ സത്യം തെളിയിക്കും. ഡോക്ടർ സുനിതയെ കൊന്നത് ആരാണെന്ന് നിരഞ്ജൻ ഡോക്ടർ കണ്ടെത്തിയിരിക്കും. ഒന്നും കാണാതെ അദ്ദേഹം ഇങ്ങനൊരു സാഹസത്തിന് മുതിരില്ലല്ലോ. നിരഞ്ജൻ സാറിന് അപകടമൊന്നും വരാതിരുന്നാ മതിയായിരുന്നു. പോലീസ് മാത്രമല്ലല്ലോ പിന്നാലെ, ചുറ്റോട് ചുറ്റും വേറെ ശത്രുക്കളും ഉണ്ടല്ലോ. പ്രാർത്ഥിക്കുക, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോള് വാ. ദേവിയെ, നിന്റെ ഡോക്ടർ ജയിലിൽ ചാടിയെന്ന് കേട്ടല്ലോ. പത്രത്തിൽ കണ്ടതാ. എവിടേക്കാടി ദേവിക അങ്ങേര് പോയത്? ജയിലിൽ ചാടിയ വിവരം ചേച്ചി പത്രത്തിൽ നിന്നല്ലേ വായിച്ചത്?